വീണ്ടും ഫിജിയിലേക്ക് തന്നെയാണ്. ഒരു മൈമാണ് ഇപ്പോൾ പ്രേക്ഷകർക്കായി കേരള വിഷൻ ഒരുക്കിയിരിക്കുന്നത്. മൈമിലേക്ക് പോയി വരാം. ഫിജി മൈമാണ് എന്ന് പറഞ്ഞു. നേരത്തെ പറഞ്ഞു ശബ്ദത്തിന്റെ ഉച്ചസ്ഥായിയിലായിരുന്നു. ഇനി കുറച്ചു നേരം നമുക്ക് മൗനമായിട്ടിരിക്കാം എന്ന് പറഞ്ഞു. അതിന്റെ ഭാഗമായിട്ടാണോ മൈം കൊണ്ടുവന്നിരിക്കുന്നത്? അപ്പോൾ എല്ലാവരും കുറച്ച് മൗനം പാലിക്കാം. നമുക്ക് ആ എന്താ പറയുക മൂകാഭിനയം, അവരുടെ ആംഗ്യങ്ങൾ, അവരുടെ ജസ്റ്റേഴ്സ്, മൂവ്മെന്റ്സ്, ഇതൊക്കെ വളരെ പ്രധാനമാണ്. അതിലൂടെ അവർ ഒരു തീം പ്രേക്ഷകരുടെ കണ്ണിലേക്ക്, അവരുടെ മനസ്സിലേക്ക് എറിയുകയാണ്, സമ്മാനിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഒരു ചെറിയൊരു മ്യൂസിക്കിന്റെ അകമ്പടിയോടുകൂടി അവരുടെ പെർഫോമൻസ് മൂകമായി തന്നെ അവർ നമുക്ക് മുന്നിൽ കാണും. നവനീത് ചേരുന്നുണ്ട്. നവനീത്, എന്താ ഈ മൂകാഭിനയം ഭീമിനെ മൈമിനെ നിവേദ് എന്താ ഒന്ന് പറഞ്ഞേ. ഞങ്ങളിന്ന് ചെയ്യുന്നത് കീഴാളൻ എന്നൊരു തീമാണ്. അത് പണ്ട് കേരളത്തിൽ നടന്നിരുന്ന താഴ്ന്ന ജാതി ഉള്ള ആൾക്കാരും മേൽജാതിയുള്ള ആൾക്കാരും തമ്മിലുള്ള പ്രശ്നങ്ങളും അവർ നേരിട്ട പ്രശ്നങ്ങൾ അതെങ്ങനെ അവർ മറികടന്നു എന്നതിനെ കുറിച്ചുമാണ് അത് ഞങ്ങൾ ചെയ്ത് കാണിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അത് ആസ്വദിക്കാം പെട്ടെന്ന് തന്നെ. നമ്മുടെ ഹലോ, പൊക്കത്ത് കയറിയിരിക്കുകയാണോ? പൊക്കത്ത് കയറിയിരിക്കുകയാണ്. അലക്സ് പൊക്കത്ത് കയറിയിരിക്കുന്നത്. എങ്ങനെ ഈ തട്ടമൊക്കെ നിങ്ങൾ ഇടുന്നത്? പെട്ടെന്ന് പഠിച്ചത് എങ്ങനെയാ? സാറുണ്ട്, അവര് പഠിപ്പിച്ചു തരാം. അവരോ ഐഡിയ പറയുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ചെയ്യും. അപ്പം കുറെ സാറന്മാരുണ്ട്. അനീഷ് രവീന്ദ്രൻ, അബിൻ രവീന്ദ്രൻ, മോസിൻ മാഷ്, റിസാൽ മാഷ്, നീരജ് മാഷ്, അങ്ങനെ ഒരു ടീം തന്നെ ഉണ്ട്. അവരാണ് ഫുൾ ഞങ്ങൾ ചെയ്തവർക്ക് റെഡിയാക്കി വെച്ചത്. തൃശ്ശൂരിൽ നിന്ന് വന്ന കുട്ടികൾ എല്ലാ സാറുമാരുടെയും പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവര് ഒരാൾ മാത്രമല്ല, കുറേ സാറുമാർ ചേർന്നാണ് ഇതൊക്കെ പഠിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് തുടങ്ങാം. എത്ര പേരാണ് നിങ്ങളുടെ ടീമിലുള്ളത്? ഞങ്ങള് 6 പേരും ഒരു സബും. അപ്പോൾ ഇവന്റെ മുഖമൊന്നും ഇപ്പൊ കാണുന്നില്ല. തിരിഞ്ഞു വരും, തിരിഞ്ഞു കളിക്കും. അപ്പോൾ ഇവരുടെ മുഖവും ഭാവങ്ങളും ഒക്കെ നമുക്ക് ആസ്വദിക്കാം. റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഞാനൊന്ന് മാറിക്കൊടുത്തു കഴിഞ്ഞാൽ അവർ കളിച്ചോളും. ഓക്കെ, ഞാൻ മാറുവാണേ. അപ്പോൾ അവരുടെ മൂകാഭിനയം. ഇതിനകത്ത് പെൺകുട്ടികളുണ്ട്. എത്ര പെൺകുട്ടികളുണ്ട്, എത്ര ആൺകുട്ടികളുണ്ട്? ആരെ കണ്ടാൽ തിരിച്ചറിയൊന്നുമില്ല കേട്ടോ. നിങ്ങളുണ്ട്, വാ. അപ്പോൾ മോളുടെ പേരെന്താ? ഇങ്ങോട്ട് തിരിഞ്ഞേക്ക്. ഇദ്ദേഹം ആണോ പഠിപ്പിച്ചത്? സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. അങ്ങനെയൊക്കെ ഉണ്ട്. സ്റ്റാൻഡ് ബൈ. മോളുടെ പേരെന്താ? അപ്പൊ ഈ സബ്സ്റ്റിറ്റ്യൂട്ടിനെ ഇങ്ങനെ വെക്കുന്നതിന്റെ കാര്യം എന്താ? ഒരാൾക്ക് എന്തെങ്കിലും ഒരു അസൗകര്യം വന്നു കഴിഞ്ഞാൽ, അപകടം എന്തെങ്കിലും സംഭവിച്ചാൽ അവരുടെ റോള് കളിക്കാൻ വേണ്ടിയിട്ട്. അപകടമൊന്നും സംഭവിക്കില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് കൊച്ചിന് സ്റ്റേജിൽ കയറാനും പറ്റിയില്ല. അങ്ങനെ ഒരു പരിഭവം എനിക്കില്ല. എനിക്ക് ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും, ഒരു ടീമിൽ ഒരു അംഗമായി പറ്റും. അതിന് വലിയ അപ്പൊ അങ്ങനെയാണ് അത്. അതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചുമ്മാ കാര്യം പറഞ്ഞ അയ്യോ ഇവർക്ക് അവിടെ പറ്റണേ, ആ കൊച്ചിന്റെ കാലിച്ചിരി വിളിക്കാതെ എനിക്കൊന്ന് കയറായിരുന്നു എന്നൊന്നും വിചാരിക്കില്ല, അല്ലേ? അങ്ങനെയല്ല ഇവരെ ട്രെയിൻ ചെയ്തിരിക്കുന്നത്. ആ എന്താ പറയാ, കലയുടെ സ്പിരിറ്റ് ആണത്. ഓക്കെ, മോളുടെ പേര്? മോളിന്റെ അവളോ? എത്ര നാളുണ്ട് ഇത് പഠിച്ച്? ഈ ആൺകുട്ടികളോടൊക്കെ പഠിക്കുമ്പോൾ അപ്പൊ അവരോടൊപ്പം നിൽക്കണം, അല്ലേ? പെൺകുട്ടികളും ആൺകുട്ടികളും ഒരേ ലെവലിൽ നിന്ന് പെർഫോം ചെയ്യണം. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഞങ്ങൾ ട്രെയിൻ ചെയ്തതിന്റെ ഒരു ഇതാണ്. അനീഷ് മാഷാണ് ഞങ്ങൾ ട്രെയിൻ ചെയ്തേക്കണേ. അനീഷ് രവീന്ദ്രൻ, അബീൻ രവീന്ദ്രൻ ഒക്കെ എല്ലാവരും കൂടി ഞങ്ങൾ ട്രെയിൻ ചെയ്തിട്ടാണ് ഇങ്ങനെ ആക്കിയത്. ഓക്കെ, നല്ല പവർഫുൾ ആയിരുന്നു നമ്മുടെ പെൺകുട്ടികളും ആൺകുട്ടികളും, അല്ലേ? പവർഫുൾ അല്ലേ? ജയ് വിളിച്ചേ, ജയ്. തൃശ്ശൂർ നാട്ടുകാർക്ക് ഒരു ജയ് വിളിച്ചേ. നമ്മുടെ തൃശ്ശൂർ പൂരപ്പറമ്പിലേക്ക്. ഓക്കെ, ശരി. ആ, വിളിച്ചോ. അതാണ് അവരുടെ അഭിനയത്തിലൂടെ ജയിപ്പിച്ചിട്ടുണ്ടോ? നമുക്ക് ഇത്ര പ്രകടനമൊക്കെ ഇവിടെ കാണാൻ പറ്റുള്ളൂ. ഓക്കെ മോനെ, താങ്ക് യു. അപ്പൊ തിരിച്ചെത്താം ദിവ്യ. നമുക്ക് അടുത്ത പ്രകടനത്തിലേക്ക്. ഞാൻ എന്താന്ന് പറയുന്നില്ല, എനിക്ക് പേടിയുണ്ട് കേട്ടോ. മഴ ഇങ്ങനെ ഒരു മഴക്കാർ ഇങ്ങനെ മൂടി വരുന്നു. എന്നാലും നമ്മൾ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് മഴക്കാരനെ. ഇങ്ങോട്ടൊന്നും വരരുത്.
ഓക്കെ, തിരിച്ചെത്താം. തിരിച്ചു വേദിയിലേക്ക്.